പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. ഒടുവിൽ ഹോസ്പിറ്റലിൽ നിന്ന് സാഗറിനെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. ഇതോടെ സാഗറിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അവിടെ വെച്ച് സാഗറിൻ്റെ അവസ്ഥ മെച്ചപ്പെട്ടു എന്ന് ഡോക്ടർമാർ തുറന്നു പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇതോടെ സുജ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനായി തയ്യാറായി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. എന്ത് വിഷമമുണ്ട് എങ്കിലും അത് നമുക്ക് സോൾവ് ചെയ്യാം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സുജ. മാത്രവുമല്ല, കൃഷും തിരികെ വന്നതിനെ തുടർന്ന് സാഗറിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്ന സാഗർ കൃഷിനോട് ഇനി വിവാഹത്തിൻ്റെ കാര്യം അധികം വൈകിപ്പിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്, പക്ഷേ മാനസിയെ തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അവളെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെയാണ് കാരണം. ഇത് കേട്ടതിനെ തുടർന്ന് സുജയുമാകെ ഞെട്ടിപ്പോകുന്നു. പക്ഷേ ഇതേ സമയം ദേവ്ജി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഭാഗ്യശ്രീയുടെ കൂടെ നിന്നുകൊണ്ട്. ഇതോടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ ജയിലിലേക്ക് മടങ്ങി എത്തുന്ന ബലരാമനെ അവർ പരോളിൽ ഇറക്കിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.